ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മാഗൻ അതിൻ്റെ പ്രോസസ്സും സ്റ്റേജുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത് ആ രണ്ട് ഫേംസിൻ്റെ കോസ്റ്റ് ഓഫ് ബോറോയിങ്ങിൽ വരുന്ന ഇമ്പാക്ട്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളതും ലെൻഡർക്ക് പേ ചെയ്യേണ്ടതും അതേപോലെ തന്നെ സ്വാപ്പ് ഡീലറുമായിട്ടുള്ള ഡീലിങ്സൊക്കെ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ഫേം എക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് പറയുന്നത് എന്താണ്, ലേബർ പ്ലസ് 0.3% ഫ്ലോട്ടിംഗ് റേറ്റ് ലോൺ മാർക്കറ്റാണ്. അതേപോലെ തന്നെ ഫേം ബിക്ക് ഉള്ളത് എന്താണ്, 8.5% ഫിക്സഡ് റേറ്റുമാണ്. അപ്പോൾ ഇവരുടെ ഇൻട്രസ്റ്റ് റേറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രോസസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടൊരു സ്വാപ്പ് ഡീലറിനെ അവിടെ വെക്കും. അങ്ങനെ വരുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ നോക്കൂ, സ്വാപ്പ് ഡീലറിന് ഇവർ പേ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫേം എ പേ ചെയ്യുക, ഫേം എക്ക് അവൈലബിൾ ആയിട്ട് അല്ലെങ്കിൽ മേടിച്ചിട്ടുള്ളത് ഏതാണ്, ഫ്ലോട്ടിംഗ് റേറ്റിലുള്ള ലൈബർ പ്ലസ് 0.3% മേടിച്ചിട്ടുള്ളത്. പക്ഷേ ഫേം എക്ക് വേണ്ടത് എന്താണ്, ഫിക്സഡ് റേറ്റിലുള്ള 8.5% വേണ്ടത്. അപ്പോൾ ഫേം ബീൻ്റെ 8.5% ഗ്രേറ്ററും ആവണം. അതേപോലെ തന്നെ ഫേം എൻ്റെ 9.5% ഇൻട്രസ്റ്റിൻ്റെ താഴെ ആവണം എന്ത്, ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് 9%. ഓക്കെ, നമ്മൾ സെയിം 9.5% പേ ചെയ്താൽ അവിടെ ഒരു നമുക്കൊരു ഏർണിങ്സ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേം ബീൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ടുള്ള 8.5%ൻ്റെ മേലെയും അതേപോലെ തന്നെ ഫേം എൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ടുള്ള 9.5% താഴെയും വരുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കണം ഫേം എ ആർക്ക് പേ ചെയ്യേണ്ടത്, സ്വാപ്പ് ഡീലർക്ക് പേ ചെയ്യേണ്ടത്, അതായത് 9%. ഓക്കെ, ഇനി ഫേം ബി സ്വാപ്പ് ഡീലർക്ക് എന്ത് പേ ചെയ്യണം, 6 month ലൈബർ പേ ചെയ്യണം. ഓക്കെ, ഇനി ലെൻഡർക്ക് അവരെന്തായിരിക്കും പേ ചെയ്യുന്നുണ്ടാവുക, അവരുടെ അവൈലബിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ഫേം എക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് ഫ്ലോട്ടിംഗ് റേറ്റാണ്, അതായത് ലൈബർ പ്ലസ് 0.3%, അതേപോലെ തന്നെ ഫേം ബിക്ക് 8.5% ലെൻഡർക്ക് അവരെന്ത് ചെയ്യുക, പേ ചെയ്യുക. ഇനി സ്വാപ്പ് ഡീലർ അവർക്ക് പേ ചെയ്ത് കൊടുക്കുന്നത് എന്തായിരിക്കും, എന്താണ്, ഫേം എക്ക് ലൈബർ കൊടുക്കും, അതേപോലെ തന്നെ ഫേം ബിക്ക് 9% കൊടുക്കേണ്ടത്. പക്ഷേ അതിൽ നിന്നൊരു 0.1% എന്ത് കമ്മീഷന് കുറച്ചുകൊണ്ട് 8.9% ആയിരിക്കും എന്ത് അവർക്ക് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് ഈ ഒരു സ്വാപ്പിംഗ് പ്രോസസ്സിൽ വരുന്നത്. ഇനി അതിൻ്റെ ഇമ്പാക്ട്സ് നോക്കുകയാണെങ്കിൽ, അതായത് അവരുടെ കോസ്റ്റ് ഓഫ് ബോറോയിങ്സ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നോക്കൂ, ഫേം എൻ്റെ കോസ്റ്റ് ഓഫ് ബോറോയിങ് നോക്കുകയാണെങ്കിൽ ഫ്ലോട്ടിംഗ് റേറ്റ് ലോൺ എത്രയാണ്, അതായത് ലെൻഡർക്ക് കൊടുക്കേണ്ട ഫ്ലോട്ടിംഗ് റേറ്റ് ലോൺ എന്ന് പറയുന്നത് ലൈബർ പ്ലസ് 0.3% ആണ്. ഇനി നമുക്ക് സ്വാപ്പ് ഡീലറിൻ്റെ കയ്യിൽ നിന്ന് എന്ത് കിട്ടിയിട്ടുണ്ട്, ലൈബർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വരുന്നത് എത്രയാണ്, ഒരു നെറ്റ് കോസ്റ്റ് ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിന്നെ ബാക്കി വരുന്നത് 0.3% ആണ്. അതേപോലെ തന്നെ സ്വാപ്പ് കൂപ്പൺ എന്ന് പറയുന്നത് എത്രയാണ്, 9% ആണ്. നമ്മൾ കൊടുക്കേണ്ടത് എത്ര പെർസെൻറ്റേജ് ആണ്, 9% ആണ് നമ്മൾ സ്വാപ്പ് ഡീലറിന് കൊടുക്കേണ്ടത്. അപ്പോൾ 9%ഉം പ്ലസ് 0.3%ഉം കൂട്ടിയിട്ട് 9.3% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് ആര് പേ ചെയ്യേണ്ടത്, ഫേം എ പേ ചെയ്യേണ്ടത്. അപ്പോൾ നോക്കൂ, നമ്മൾ ഫേം എക്ക് ഫിക്സഡ് റേറ്റ് 9.5% വരുന്നിടത്ത് ഈ സ്വാപ്പ് ഡീലറിനെ വെച്ചുകൊണ്ട് എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ 9.3% മാത്രമാണ് പേ ചെയ്യേണ്ടി വന്നുള്ളൂ. അപ്പോൾ അവിടെ എത്ര സേവ് ചെയ്യാൻ പറ്റി, ഇൻട്രസ്റ്റ് 0.2%ഓളം ഇൻട്രസ്റ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റി. ഓക്കെ, ഫേം എൻ്റെ കേസാണിത്. ഇനി ഫേം ബീൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അവിടെ കോസ്റ്റ് ഓഫ് ഫിക്സഡ് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 8.5% ആണ്. അതിൽ നിന്ന് 8.9% ഡീലർ ആർക്ക് കൊടുക്കുന്നുണ്ട്, ഫേം ബിക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അത് മൈനസ് ചെയ്താൽ എന്താണ്, നെറ്റ് കോസ്റ്റ് ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് -0.4% ആണ്. ഓക്കെ, 8.5% നൽകേണ്ട സമയത്ത് അവർക്ക് കിട്ടുന്നത് എത്രയാണ്, ഫിക്സഡ് റേറ്റിൽ കിട്ടുന്നത് 8.9% ആണ്. അപ്പോൾ ബാക്കി വരുന്നത് 0.4% ആണ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് ബോറോയിങ് എന്ന് പറയുന്നത് എത്രയാണ്, ലേബർ -0.4% ആണ്. അപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് റേറ്റ് ലോൺ എടുക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ലേബർ അവിടെ പേ ചെയ്യേണ്ടി വന്നേനെ. പക്ഷെ ഒരു സ്വാപ്പ് ഡീലറിനെ വെച്ചുകൊണ്ട് സ്വാപ്പ് ഡീലിംഗ് നടത്തുന്നതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്താൽ മതി, പേ ലെസ് ലേബർ മാത്രം എന്താ ചെയ്താൽ മതി, പേ ചെയ്താൽ മതി. അപ്പോൾ അവിടെ ഇൻട്രസ്റ്റ് സേവിങ് എന്ന് പറയുന്നത് 0.4% ആണ് വരുന്നത്.
നെക്സ്റ്റ് പറയുന്നതാണ് ഹെഡ്ജിങ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യുക, കോസ്റ്റ് ഓഫ് ബോറോയിങ് എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്വാപ്പിങ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരാൾ സപ്പോസ് ഒരു പേഴ്സൺ 1 lakh ബോറോ ചെയ്യുന്നുണ്ട് ഫിക്സഡ് റേറ്റ് 12%. അങ്ങനെയാണെങ്കിൽ അയാൾ വിചാരിക്കുകയാണ് ഇതിൽ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ ഫോൾ വരാണെന്ന് വിചാരിച്ചിട്ട് അയാൾ എന്ത് ചെയ്യും, ആ ഒരു ഫിക്സഡ് റേറ്റ് ലോൺ എന്നുള്ളത് അനദർ ബാങ്കുമായിട്ട് സ്വാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഫ്ലോട്ടിംഗ് റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് 10% ആയിട്ട് ഫോൾ ചെയ്യും എന്നുള്ള എക്സ്പെക്റ്റേഷന് കൂടിയിട്ടാണ് അയാൾ സ്വാപ്പ് ചെയ്യുക. പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് 12% ആണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുകയെന്ന് നോക്കാം. അതായത് ഒരു സ്വാപ്പ് എഗ്രിമെൻറ്റ് അവിടെ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക നോക്കാം. അപ്പോൾ നോക്കൂ, ബോറോവറും ലെൻഡറും തമ്മിലാണ് എഗ്രിമെൻറ്റ് ഒറിജിനലി ഉണ്ടാവുക. അപ്പോൾ നോക്കൂ, ലോൺ എന്നുള്ളത് ബാങ്കർക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അതായത് സ്വാപ്പ് എഗ്രിമെൻറ്റ്, ബാങ്കുമായിട്ടുള്ള സ്വാപ്പ് എഗ്രിമെൻറ്റിൽ ലോണ് ബാങ്കർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ബോറോവർ എന്ത് ചെയ്യും, 12,000 rupees ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ടുള്ള ഫിക്സഡ് റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ടുള്ള 12,000 rupees ലെൻഡറിന് പേ ചെയ്യും സ്വാപ്പ് എഗ്രിമെൻറ്റ് പ്രകാരം. അതായത് ഫിക്സഡ് റേറ്റ് ഇൻട്രസ്റ്റ് ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് ലയബിലിറ്റി ആക്കിയിട്ട് സ്വാപ്പ് ചെയ്യുക എന്നുള്ളൊരു എഗ്രിമെൻറ്റോട് കൂടിയിട്ട് ഫിക്സഡ് റേറ്റ് ആയിട്ടുള്ള 12,000 rupees ഇൻട്രസ്റ്റ് ആയിട്ട് ലെൻഡറിന് ആര് പേ ചെയ്യും, ബോറോവർ പേ ചെയ്യും. അതേപോലെ തന്നെ ബോറോവർ ഇൻട്രസ്റ്റ് റുപ്പീസ് 12,000 ബാങ്ക് ഇരിക്കും എന്ത് ചെയ്യും, പേ ചെയ്യുന്നുണ്ട്. അങ്ങനെ ബോറോവർ ബാങ്കിൽ നിന്ന് തിരിച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് 12,000 rupees തന്നെയാണ് കിട്ടുക. കാരണം അവിടെ ഒരു ഇൻട്രസ്റ്റ് ഫോൾ സംഭവിച്ചിട്ടില്ല, 12,000 തന്നെയാണ് അവിടെ ഫിക്സഡ് റേറ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ അതെന്ത് ചെയ്യും, അവിടെ ഒരു ലോസോ ഒരു പ്രോഫിറ്റോ ആർക്കും തന്നെ ഉണ്ടാവുന്നില്ല. ഓക്കെ, ബോറോവർ കൊടുത്തത് തന്നെ ആയിരിക്കും തിരിച്ച് കിട്ടുന്നതും. ഓക്കെ, അപ്പോൾ ഇനി അത് 10% കുറഞ്ഞാൽ ഈ ഒരു സ്വാപ്പ് എഗ്രിമെൻറ്റ് പ്രകാരം എന്താ സംഭവിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. ബോറോവർ എന്ത് ചെയ്യും, ഫിക്സഡ് റേറ്റ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 12,000 rupees ലെൻഡറിന് എന്ത് ചെയ്യും, പേ ചെയ്യും. ഇത് ബോറോവർ ലെൻഡറുമായിട്ടുള്ള സ്വാപ്പ് എഗ്രിമെൻറ്റിലാണ്. ഇനി ബാങ്കുമായിട്ടുള്ള സ്വാപ്പ് എഗ്രിമെൻറ്റിൽ ബോറോവർ 10,000 rupees ഇൻട്രസ്റ്റ് ആയിട്ടാണ് ബാങ്കിൽ കൊടുക്കുക. അതായത് സ്വാപ്പിങ്ങിൽ ഫിക്സഡ് ഇൻട്രസ്റ്റ് ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ ഒരു ഫോൾസ് വന്നപ്പോൾ ബോറോവറിന് എന്ത് പേ ചെയ്താൽ മതി, ബാങ്കിൽക്ക് 10,000 rupees പേ ചെയ്താൽ മതി. അപ്പോൾ ബോറോവറിന് ബാങ്കിൽ നിന്ന് റിസീവ് ചെയ്യേ 12,000 rupees ആയിരിക്കും ആസ് പെർ ദ എഗ്രിമെൻറ്റ്, സ്വാപ്പ് എഗ്രിമെൻറ്റ്. അപ്പോൾ ബോറോവറിന് അവിടെ എത്ര പ്രോഫിറ്റ് കിട്ടി, 2,000 rupees കിട്ടി. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് 10,000 rupees ബാങ്കിൽ കൊടുത്തപ്പോൾ ബാങ്ക് തിരിച്ച് ബോറോവറിന് നൽകിയത് 12,000 rupees ആണ്. അപ്പോൾ ബോറോവറിന് അവിടെ എന്ത് വന്നു, ഒരു പ്രോഫിറ്റ് 2,000 rupees വന്നു. ഓക്കെ, ഇതൊരു സ്വാപ്പ് എഗ്രിമെൻ്റ് ആണ്. ബാങ്കുമായിട്ട് സ്വാപ്പ് എഗ്രിമെൻറ്റ് നടത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രോഫിറ്റ് കിട്ടിയത്. അപ്പോൾ അവിടെ ഒരു സ്വാപ്പ് എഗ്രിമെൻറ്റ് ഇല്ലായിരുന്നെങ്കിൽ അയാൾക്ക് ഈ ഒരു ബെനിഫിറ്റ് കിട്ടൂലായിരുന്നു. ഓക്കെ, ഇനി നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് ഓഫ് ഫിക്സഡ് റേറ്റ് ഇൻട്രസ്റ്റ് ഫോർ ഫ്ലോട്ടിംഗ് റേറ്റ് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആവുക ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഫോൾസ് ചെയ്താൽ മാത്രമാണ്. ഓക്കെ, ഇനി ഒരു റൈസ് ഉണ്ടായാൽ, ഇൻട്രസ്റ്റ് റേറ്റിൽ റൈസ് ഉണ്ടായാൽ എന്നുള്ളത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ്. അതായത് ബോറോവർ ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് ഫിക്സഡ് ഇൻട്രസ്റ്റ് ആക്കിയിട്ട് സ്വാപ്പ് ചെയ്യുകയാണെങ്കിൽ എന്നുള്ളതാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്ത് 13.5%, 12% എന്നുള്ളത് 13.5% ആക്കി മാറ്റിയാൽ എന്തായിരിക്കും അവിടെ വരുന്ന ഇതെന്നുള്ളതാണ്. അപ്പോൾ നോക്കി നോക്കൂ, ബോറോവർ ലെൻഡറിന് എത്ര റുപ്പീസ് കൊടുക്കണം, 13,500 കൊടുക്കണം. അതായത് 13.5% ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ റൈസ് ചെയ്തുകൊണ്ട് ബോറോവർ ലെൻഡറിന് 13,500 rupees കൊടുക്കണം ആസ് പെർ ദ സ്വാപ്പ് എഗ്രിമെൻറ്റ്. ഇനി ആസ് പെർ ദ സ്വാപ്പ് എഗ്രിമെൻറ്റ് വിത്ത് ബാങ്ക് ആണെങ്കിൽ, അതായത് ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ബോറോവർ ഫിക്സഡ് ഇൻട്രസ്റ്റ് ആയിട്ട് 12,000 rupees ആണ് എന്ത് ചെയ്യേണ്ടത്, ബാങ്കിൽക്ക് പേ ചെയ്യേണ്ടത്. എന്നിട്ട് ബാങ്കിൽ നിന്ന് ബോറോവർ റിസീവ് ചെയ്യുക എത്രയാണ്, 13,500 rupees ആണ്. ഓക്കെ, അപ്പോൾ അയാൾക്ക് അവിടെ ഗെയിൻ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു ദ റിസ്ക് ഓൺ അക്കൗണ്ട് ഓഫ് ഇൻക്രീസ് ഇൻ ഇൻട്രസ്റ്റ് ലയബിലിറ്റി വെൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റൈസസ് ഈസ് ഹെഡ്ജഡ് ത്രൂ സ്വാപ്പ് എഗ്രിമെൻറ്റ് വിത്ത് ബാങ്ക്. അതായത് ബാങ്കുമായിട്ട് സ്വാപ്പ് എഗ്രിമെൻറ്റ് നടത്തിയാൽ അവിടെ വരുന്ന റൈസസിലോ അല്ലെങ്കിൽ ഫോൾസിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ റിസ്ക് അവിടെ കുറക്കാൻ പറ്റും.
നേരെ തിരിച്ച് സ്വാപ്പ് എഗ്രിമെൻ്റ് അവിടെ ഇല്ലെങ്കിൽ അയാൾക്കൊരു ഗെയിനോ ഒരു പ്രോഫിറ്റോ ഉണ്ടാവത്തില്ല. സെയിം ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഫോൾസ് നടത്തിയാലൊക്കെ സ്വാപ്പ് എഗ്രിമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഗെയിൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് പറയുന്നത്.